എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിമാഷ് ക്രിയേഷൻസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ മാസമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്, കർക്കിടക മാസം. ഇതിലത്തെ നായിക കഥാപാത്രം എന്നുള്ളത് രാമനും വില്ലൻ കഥാപാത്രം എന്നുള്ളത് രാവണനുമാണ്. രാവണനെക്കുറിച്ചും രാമനെക്കുറിച്ചും നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ രാമന് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ കേൾക്കുന്നു, മറ്റു ചില സമയങ്ങളിൽ രാവണന് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ രാവണനെ പറ്റി ഈ രാമായണത്തിൽ ഉണ്ടാകാവുന്ന ഒരു ചോദ്യം, അതിനെപ്പറ്റി ഒരു വിശദീകരണമാണ്. നമുക്ക് വീഡിയോയിൽ കിടക്കാം. കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. വാൽമീകി രാമായണം അനുസരിച്ച് സീത 12 മാസകാലത്തോളം രാമൻ്റെ അഭാവത്തിൽ ലങ്കയിൽ താമസിച്ചു എന്ന് പറയപ്പെടുന്നു. എന്നാൽ മറ്റൊരു കൃത്യമായ കണക്ക് പത്മപുരാണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. 11 മാസവും 14 ദിവസവുമാണ് സീത ലങ്കയിൽ താമസിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും 11-12 മാസങ്ങളോളം താമസിച്ച ഈ സീത ഇത്രയും ദുഷ്ടനെന്ന് പറയപ്പെടുന്ന രാവണന്റെ വസതിയിൽ ജീവിച്ചിട്ട് ഈ രാവണൻ എന്തുകൊണ്ട് സീതയെ സ്പർശിക്കുക പോലും ചെയ്തില്ല എന്നതാണ് ചോദ്യം. ഉത്തരം ഇവിടെ തന്നെയുണ്ട്, നമുക്ക് ശ്രമിക്കാം. ലങ്കാധിപനായ രാവണൻ ജൈത്രയാത്ര നടത്തുന്നതിനിടയിൽ കൈലാസത്തിനടുത്ത് ഒരിടത്ത് വിശ്രമിക്കുകയായിരുന്നു. സമയം രാത്രിയായിട്ടും കൈലാസത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്ന രാവണന് ഉറക്കം വന്നില്ല. ഈ സമയത്ത് സർവാഭരണ ഭൂഷിതയായ ഒരു യുവതി നടന്നു പോകുന്നത് രാവണൻ കണ്ടു. രംഭ തന്റെ കാമുകനായ നളകുബരനെ സന്ദർശിക്കാനുള്ള യാത്രയായിരുന്നു അത്. രാവണൻ ഓടിച്ചെന്ന് രംഭയുടെ കൈ പിടിച്ചു. താൻ രാവണ സഹോദരനായ കുബേരന്റെ മകനായ നളകുബരന്റെ ഭാര്യയായ രംഭയാണെന്നും ജ്യേഷ്ഠപുത്രൻ സ്വപുത്രന് സമമാകയാൽ തന്നെ ഉപദ്രവിക്കരുതെന്നും രംഭ രാവണനോട് അപേക്ഷിച്ചു. എന്നാൽ കാമാതുരനായ രാവണന് സ്വന്തം ബന്ധങ്ങളൊന്നും പ്രശ്നമല്ലായിരുന്നു. രാവണൻ രംഭയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. പിറ്റേന്നാൾ കാലത്ത് രംഭ നളകുബരനെ കണ്ട് നടന്നതെല്ലാം വിവരിച്ചു. കോപിഷ്ഠനായ നളകുബരൻ മേലാൽ ഏതെങ്കിലും സ്ത്രീയെ അവളുടെ അനുവാദമില്ലാതെ സ്പർശിച്ചാൽ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് രാവണനെ ശപിച്ചു. അതുകൊണ്ടാണ് ലങ്കയിൽ അനേക ദിനങ്ങൾ സീത വസിച്ചിട്ടും രാവണന് സ്പർശിക്കാൻ പോലും കഴിയാതെ വന്നത്.